നിങ്ങൾക്ക് വല്ല കടങ്ങളുമുണ്ടോ? ഞാൻ പറഞ്ഞു കടമുണ്ട്, പക്ഷേ ആ കടം നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല. എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിലുള്ള കടം നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ജനങ്ങൾക്ക് വല്ല പൈസയും നിങ്ങൾ കൊടുക്കാനുണ്ടോ? എന്റെ സഹായം ആവശ്യമുണ്ടോ? ഹാറൂൻ റഷീദേ, എന്നെ പടച്ച അല്ലാഹു എനിക്ക് എന്ത് കിട്ടണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളാണോ എന്റെ ഭക്ഷണം ഏറ്റെടുത്തത്? നിങ്ങളാണോ എന്റെ റിസ്ക് ഏറ്റെടുത്തത്? നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതില്ല. എന്റെ കടം വീടാൻ അല്ലാഹു വേറെ വഴി തരും. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. എന്നാലും ഇതാ ഒരു 500 സ്വർണ്ണ നാണയം കിടക്കട്ടെ. 500 സ്വർണ്ണ നാണയം, 500 ദീനാർ. നിങ്ങളുടെ വീട്ടുകാർക്കും മക്കൾക്കും ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ 500 സ്വർണ്ണ നാണയം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണക്കിഴി കൊടുത്തു മഹാനായ ഫുദൈൽ ഇബ്നു അയാദിന്റെ മുമ്പിൽ. മറ്റു 2 പണ്ഡിതന്മാരും ഒന്നും ചോദിക്കാതെ വാങ്ങിച്ചു വെച്ചവരാണ്. കടമുണ്ടെന്ന് പറഞ്ഞവരാണ്. എന്റെ കടം വിടാൻ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തോളൂ എന്ന് തന്റെ കൂടെയുള്ള ആളുകളോട് ഇബ്നു റബീഇനോട് പറഞ്ഞ ആളാണ് ഹാറൂൻ റഷീദ്. എന്നാൽ ഫുദൈൽ ഇബ്നു അയാദ് കടമുണ്ടെന്ന് ചോദിച്ചപ്പോ ഉണ്ട്. അത് നിങ്ങൾക്ക് വിട്ടാൻ പറ്റാത്ത കടമാണ്, അല്ല അത് നിങ്ങൾ നോക്കേണ്ടതില്ല. എന്നാൽ ഒരു 500 ദിർഹം, ഒരു 500 സ്വർണ്ണ നാണയം, ദീനാർ ചോദിച്ചു. ഹാറൂൻ റഷീദേ, നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന്റെ വഴി പറഞ്ഞു തരുമ്പോ ഇങ്ങനെയാണോ നിങ്ങൾ എന്നോട് പെരുമാറുന്നത്? ചോദ്യമാണ്. ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴി പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്നെ ദുന്യാവുമായി മോഹിപ്പിക്കുകയാണല്ലേ? ഈ പൈസ എനിക്ക് വേണ്ട ഹാറൂൻ റഷീദേ, കൊണ്ടുപോയിക്കോ. എടുത്തിങ്ങനെ ഇറങ്ങാൻ വീട്ടിൽ നിന്ന് വാതിലേക്ക് ഇറങ്ങിയപ്പോ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ എന്ത് പണിയാ കാട്ടിയത്? നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി, നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് എത്ര കാലമായി. 500 ദിർഹം ഇയാൾ തന്നപ്പോ, രാജാവ് തന്നപ്പോ നിങ്ങൾ എന്തിനാ വേണ്ട എന്ന് വെച്ചത്? ഫുദൈൽ ഇബ്നു അയാദ് എന്നവർ പറഞ്ഞു, പെണ്ണേ, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം ഒരു ഒട്ടകത്തെ പോലെയാണ്. ആ ഒട്ടകത്തെ അവരുപയോഗിച്ചു, കൃഷിക്കുപയോഗിച്ചു, അതിന്റെ പാല് കുടിച്ചു. അവസാനം ഒട്ടകം തളർന്ന് ഒട്ടകത്തിന് വയസ്സായപ്പോ ഒട്ടകത്തെ പിടിച്ചറുത്ത് അതിന്റെ മാംസം തിന്നുകയും ചെയ്തു. നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ പോന്നതാണോ? ഹാറൂൻ റഷീദ് തോന്നി, പെണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എടുത്തേക്കും പൈസ. വാതിൽക്കൽ മുട്ടി, തുറന്നു കൊടുത്തു. ഹാറൂൻ റഷീദ് വീട്ടിലേക്ക് കയറി, ഇതാ പിടിച്ചോളൂ 500 ദിർഹം, 500 ദീനാർ സ്വർണ്ണ നാണയം, ഇതാ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഫുദൈൽ ഇബ്നു അയാദ് എന്നവർ വീടിന്റെ മേലോട്ട് കയറി ഹാറൂൻ റഷീദും ഇതൊന്ന് വാങ്ങിക്കണേ. ഫുദൈൽ ഇബ്നു അയാദ് എന്നവർ മിണ്ടിയില്ല, സംസാരിച്ചില്ല. 1 മണിക്കൂർ നേരം മിണ്ടിയില്ല, സംസാരിച്ചില്ല. അപ്പോഴാണ് തന്റെ വീട്ടിലെ വേലക്കാരിയായ ഒരടിമപ്പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഭരണാധികാരിയാണ് ശരി തന്നെ, പക്ഷെ ഈ മഹാപണ്ഡിതൻ ഈ രാത്രി സമയം അത്രയും ഹദീസ് ഓതാനും ഖുർആൻ ഓതാനും ഇബാദത്ത് ചെയ്യാനും ഉപയോഗിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ഷെയ്ഖ് പ്രയാസത്തിലാണ്, നിങ്ങളുടെ വരവ് കൊണ്ട് വിഷമത്തിലാണ്. ഇനിയും ഇദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിക്കുകയാണോ? നിങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ആ പൈസ കിഴിയും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിപ്പോന്ന രാജാവാണ് ഹാറൂൻ റഷീദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു റബീഅ, എനിക്ക് കാണേണ്ടത് ഇത്തരക്കാരായ പണ്ഡിതന്മാരെയാണ്. എന്നെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോ ഇതുപോലെയുള്ള പണ്ഡിതന്മാരെയാണ് നിങ്ങൾ എനിക്ക് കാണിച്ചു തരേണ്ടത്. പൈസയുടെ എച്ചിലുകൾക്ക് വേണ്ടി വാനോക്കി നിൽക്കുന്നവരെയല്ല, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകുന്നവരെയല്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും സ്വന്തം ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി അല്ലാഹുവിന്റെ ഉമ്മത്തിനോട് പൈസ ചോദിക്കുന്ന അലിമീങ്ങളെയല്ല എനിക്ക് വേണ്ടത്. ഇതുപോലെ ത്യാഗം ചെയ്യുന്ന, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ എനിക്ക് കാണിച്ചു തരേണ്ടത്. ദഅൂഹു മഅ കിതാബില്ലാഹ് വൻസുരിഫൂ റഹിമകുമുല്ലാഹ്. നിങ്ങൾ ഈ ശൈഖിനെ ഉപദ്രവിക്കല്ലേ, ഇദ്ദേഹം പൈസയുടെ ആളല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് മഹാനായ ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു.
ഇത് പണ്ഡിതന്മാർക്ക് മാതൃകയാണ്, ഉസ്താദന്മാർക്ക് മാതൃകയാണ്, മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാതൃകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ ആ സ്ഥലത്തെ തിന്മകളോ അവിടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതും നടക്കുമ്പോ അതിനെതിരെ മിണ്ടാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം അവിടെ ജോലി ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ സത്യമായി അള്ളാഹുവിനെ പേടിച്ച് വിളിച്ചു പറഞ്ഞാൽ പിറ്റത്തെ വർഷം നിങ്ങൾ അവിടെ നിന്ന് ക്യാൻസൽ ആക്കിയെന്ന് വരും, ഡിസ്മിസ് ചെയ്തെന്ന് വരും. സാരമില്ല, പ്രശ്നമില്ല. അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആലിമീങ്ങൾ. അവർ പൈസയുടെ പിന്നാലെ പോവരുത്, ഇത് പഠിപ്പിക്കുകയാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന്റെ അത്യപൂർവമായ വളരെ മനോഹരമായ മാതൃകകളാണിത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ മുമ്പൊരിക്കലും കണ്ടുപരിചയമില്ലാത്ത മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് തരും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം. മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് തരും. അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ തറക നദറതൻ മുഹറമ. ഏതെങ്കിലും ഒരാൾ ഹറാമായ ഒരു നോട്ടം നോക്കാതിരിക്കുകയും അല്ലാഹു തആല നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കാതിരിക്കുകയും അല്ലാഹു തആല കാണരുത് എന്ന് പറഞ്ഞത് കാണാതിരിക്കുകയും സ്വന്തം മുഖം തിരിക്കുകയും തിന്മയിലേക്ക് കണ്ണു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ. നല്ല മാധുര്യമുള്ള ഇബാദത്ത് അല്ലാഹു പകരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിനെ സൂക്ഷിച്ചാൽ അതിന് പകരം മധുരമുള്ള ഇബാദത്ത് അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? കണ്ണ് പറയുന്നു നോക്കണമെന്ന്, മനസ്സ് പറയുന്നു നോക്കണമെന്ന്, പക്ഷെ അള്ളാഹു പറയുന്നു വേണ്ട എന്ന്. അള്ളാഹുവിന് വേണ്ടി ഒരു വിഷയം നിങ്ങൾ ഉപേക്ഷിച്ചാൽ മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻഹു. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് പകരം നൽകുമത്രേ. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ ഹനാബിലയിൽ ഉദ്ധരിച്ചൊരു സംഭവമാണ്. ഖാദി അബൂബക്കറുൽ അൻസ്വാരി അൽ ബസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അനുഭവം. ഖാദി അബൂബക്കറുൽ ബസ്സാസ് അൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബിന്റെ പ്രഗൽഭനായ ആലിമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മക്കയിൽ വെച്ചുണ്ടായ ഒരനുഭവം മഹാനായ ഇബ്നു റജബ് എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു, അതിന്റെ ഒക്കെ പകരം കൺകുളിർമയുള്ളത് അള്ളാഹു പകരം കൊടുക്കുന്നു. അവര് ഹജ്ജിന് വന്നിരിക്കുന്നു മക്കയിലേക്ക്. മക്കയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹുവിന്റെ ഹറമൈനികളെ അല്ലാഹു സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂബക്കർ അൽ ബസ്സാസ് അൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ മക്കയിൽ വന്ന് ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ക്ഷീണിക്കുകയും തളരുകയും ഭക്ഷണം കിട്ടാതെ ദാഹിച്ചു വിശന്ന് മക്കയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ വഴിയിൽ ഒരു പാക്കറ്റ് കാണുന്നു, ഒരു ബാഗ്. ആ ബാഗ് എടുത്ത് കൊണ്ടുപോയി വീട്ടിലേക്ക്. വല്ല കള്ളന്മാരും ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സത്യസന്ധൻ എടുക്കലാണല്ലോ. അതുകൊണ്ട് ആ ബാഗ് എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. മഹാനായ അബൂബക്കർ അൽ ബസ്സാസ് റഹ്മഹുല്ലാ ദിവസങ്ങളായി ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ട്, ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട്, ദിവസങ്ങളായി അന്നപാനീയങ്ങൾ കിട്ടിയിട്ട് വളരെ വിഷമത്തിലാണ്, ദാരിദ്ര്യമാണ്, കയ്യിലെ പൈസയൊക്കെ തീർന്നിട്ടുണ്ട്. റൂമിൽ ചെന്ന് ബാഗ് തുറന്നു നോക്കുമ്പോ അതിൽ ചെറിയൊരു പട്ടിന്റെ വസ്ത്രം, അതിനുള്ളിൽ എന്തോ ഉണ്ട്. തുറന്നു നോക്കുമ്പോ 100 കണക്കിന് വിലപിടിപ്പുള്ള മുത്തുകളുടെ ഒരു മനോഹരമായ മാലയാണ്, നല്ലൊരു മാല. അതിന് 1000 ദീനാർ വില വരും അന്നത്തെ കാലത്ത്. നല്ല മുത്തുമാല, ശരിക്കൊരു പേൾ നെക്ലേസ്, വളരെ മനോഹരമായൊരു നെക്ലേസ്. ബഹുമാനപ്പെട്ടവരെ നോക്കി, റഹ്മാനായ റബ്ബേ, ഇത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും. എൻ്റെ കയ്യിലാണല്ലോ ഇത് കിട്ടിയത്.
ആ മാല വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് 1-2 ദിവസം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് ആരുടേതാണ്. അപ്പോഴാണ് മക്കയിൽ ഒരു വൃദ്ധനായ സാധുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, മൻ വജദ കീസൻ ഫീഹി അഖദ്, ഒരു മാലയുള്ള ഒരു കീസ്, ഒരു ബാഗ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫദുല്ലനി അലൈഹി, എനിക്കത് അറിയിച്ചു തരണം, എന്നെ അറിയിച്ചു തരണം. ഒരു മാല കിട്ടിയാൽ എന്നെ അറിയിച്ചു തരണമേ എന്ന് പറഞ്ഞു. ആ മാല കിട്ടിയ മഹാനായ അബൂബക്കറുൽ ബസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിങ്ങളുടെ മാല എങ്ങനത്തെ മാലയാണ്? പറഞ്ഞു, മുത്തുമാലയാണ്. എത്ര മുത്തുകളുണ്ട്? എണ്ണം പറഞ്ഞു കൊടുത്തു. അതിന്റെ നൂലെങ്ങനെയാണ്? പട്ടുനൂലാണ്. അതിന്റെ വലുപ്പത്രയുണ്ട്? പറഞ്ഞു നോക്കുമ്പോ, അടയാളങ്ങളൊക്കെ നോക്കുമ്പോ കൃത്യമായും ഇദ്ദേഹത്തിന്റെ ഈ മാല തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മാല എനിക്ക് തരുന്ന ആളുകൾക്ക് 500 ദീനാർ, ഞാൻ പകരം കൊടുക്കുന്നത് 500 ദീനാർ സ്വർണമാണ്. 500 ദീനാർ സ്വർണം ഞാൻ ഇതിന് പകരം കൊടുക്കും എനിക്ക് അറിയിച്ചു തരുന്ന ആളുകൾക്ക്. അദ്ദേഹമാണെങ്കിലോ 1 ദീനാറോ 1/2 ദീനാറോ കിട്ടിയാൽ ആവശ്യമായി കിടക്കുന്ന സമയമാണത്. അങ്ങനെ മഹാനായ അബൂബക്കർ എന്നവർ വീട്ടിൽ ചെന്ന് ആ ബാഗ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഈ മനുഷ്യന് സന്തോഷം നിൽക്കുന്നില്ല, എന്തെന്നില്ലാത്ത ആഹ്ലാദം. റബ്ബേ, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത് തിരിച്ചു കിട്ടിയതിന്റെ ഒരു ആനന്ദം. ബഹുമാനപ്പെട്ടവർക്ക് സന്തോഷം നിർത്താൻ പറ്റുന്നില്ല, എന്തെന്നില്ലാത്ത ആഹ്ലാദം. എന്നാൽ ഈ തന്നതിനിതാ 500 ദിർഹം എന്റെ വക. ഞാൻ പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. എന്തേ? മുസ്ലിമായൊരു മനുഷ്യൻ സത്യസന്ധത കാണിക്കണമെന്നും മുസ്ലിമായൊരു മനുഷ്യൻ അമാനത്ത് തിരിച്ചേൽപ്പിക്കണമെന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അമുസ്ലിമിൻ്റെതാണ് നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയതെങ്കിൽ പോലും അത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെതും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഒരാളിൻ്റെ സമ്മതമില്ലാതെ, തൃപ്തിയില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതെന്റെ ബാധ്യതയാണ് ഞാൻ ചെയ്യുന്നത്. അറബികളൊക്കെ പറയും ലാ ശുക്ര അലാ വാജിബ്. ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ നമ്മൾ താങ്ക് യു എന്നോ ശുക്രൻ ജസാക്കല്ലാഹു ഖൈറ അല്ലേ, ശുക്രൻ നന്ദി എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ലാ ശുക്ര അലാ വാജിബ്. സ്വന്തം ബാധ്യതക്ക് ശുക്ർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്തത് എന്ന് പറയും. അതൊരു നല്ല വാക്കാണ്, ലാ ശുക്ര അലാ വാജിബ്. അപ്പോ അദ്ദേഹം ആ അർത്ഥത്തിലാണ് ഈ 500 ദീനാറും വേണ്ട എന്ന് വെക്കുന്നത്. അദ്ദേഹത്തിന് 500 പോയിട്ട് അതിൽ 1 കിട്ടിയാൽ തന്നെ ആവശ്യമുണ്ട് ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ. പക്ഷേ ആ 1 ദീനാറ് പോലും സ്വീകരിക്കാതെ 500 നിങ്ങൾ തിരിച്ചെടുത്തോ, ഈ മാലയും നിങ്ങളുടേതല്ലേ, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ. ഹജ്ജ് കഴിഞ്ഞു, എല്ലാവരും അവരുടെ നാട്ടിലേക്ക് പോകുന്നു. അബൂബക്കർ ബസ്സാസ് അൽ അൻസ്വാരി റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഡമസ്കസുകാരനാണ്. പക്ഷെ അദ്ദേഹം കപ്പലിലൂടെ യാത്ര പോവുകയാണ്. ആ സമയം ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം കപ്പൽ കയറുന്നു. ദീർഘമായ യാത്രയിലാണ്. ആ യാത്രയിൽ തന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്റെ കപ്പൽ തകർന്ന് അദ്ദേഹം ഒരു മരത്തകിടിൽ പിടിച്ച് അദ്ദേഹം ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ട സംഭവം മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ തബഖാത്തുൽ ഹനാബിലയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞൊരു സംഭവമാണിത്. അദ്ദേഹം ആ ദ്വീപിലേക്ക് എത്തുന്നു. ആ ദ്വീപിൽ ചെന്ന് നോക്കുമ്പോ ഒരു പള്ളി കണ്ടു. ആ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ ചെന്നു. അവിടെ മനോഹരമായി ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ നാട്ടുകാരെ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഖുർആൻ അറിയോ? പറഞ്ഞു, അറിയും. ഞങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ, പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ആ നാട്ടിലെ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ആ ദ്വീപ് ഏത് നാടാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മാസങ്ങളോളം നീണ്ട നിലനിൽപ്പിന് വേണ്ടിയുള്ള പടവരുതലിനിടയിലാണ് ആ കപ്പൽ കഷ്ണവുമായി ഞാൻ ആ ദ്വീപിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ അവിടെ അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. അവരെനിക്ക് ഒരുപാട് പൈസ തന്നു അതിന് വേണ്ടി. ആ ഇടക്കാണ് അവിടെ ഒരു കീറിപ്പറഞ്ഞ മുസ്ഹഫ് കണ്ടപ്പോ ആ മുസ്ഹഫിന്റെ ഓരോരോ പേജുകളും കൃത്യമായി ഞാൻ അടുക്കി വെക്കുന്നത് കണ്ടപ്പോ അവർ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും അറിയോ? ഇത് പറഞ്ഞു, എനിക്കറിയും. എന്നാ ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അറബി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കുമോ? ഓ, പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ അവർക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഒരു മുഅല്ലിമായി ഞാൻ ജോലി ചെയ്യുന്നു. അവരെനിക്ക് ശമ്പളം തന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ എനിക്ക് തിരിച്ചു പോകാനുള്ള പൈസയൊക്കെ ആയി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ പോകാൻ പറ്റില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഈ ദ്വീപിൽ ഒരു യതീമത്തായ കുട്ടിയുണ്ട്, വാപ്പ മരിച്ചുപോയൊരു കുട്ടി. ആ കുട്ടിയെ നിങ്ങൾ
വിവാഹം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാകും. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ സ്ഥിരതാമസവും കൂടി ആക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ടവർ അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. ആ നാട്ടുകാരായ ആളുകൾ അവിടുത്തെ യതീമത്തായ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടമായി. കല്യാണം ഉറപ്പിക്കുന്നു. ആ കുട്ടിയുടെ എളാപ്പയുണ്ട്, കുട്ടിയുടെ അമ്മാവനുണ്ട്, പലരുമുണ്ട് സദസ്സിൽ. കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. പുതിയ പെണ്ണ് വന്നിരിക്കുന്നു, പുതുനാരി വന്നിരിക്കുകയാണ്. വിവാഹത്തിന്റെ ദിവസം മനോഹരമായ വസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞു വന്നിരിക്കുന്നു ആ പുതുനാരി പെണ്ണ്. മഹാനായ ഖാദി അബൂബക്കറുൽ അൻസ്വാരിയിൽ ബസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം അനുഭവം പറയാൻ, ഞാൻ ആ പെൺകുട്ടി വന്നപ്പോ എന്റെ ഭാര്യയാണ്, പക്ഷെ കഴുത്തിലെ മാല കണ്ടപ്പോ ഞാൻ ആ മാലയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഒരുപാട് നേരം. അപ്പോ കൂടുള്ള ആളുകൾ പറഞ്ഞു, ലഖദ് കസർത ഖൽബൽ യതീമ. ശൈഖേ, നിങ്ങൾ ഈ കുട്ടിയുടെ ഹൃദയം പൊട്ടിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ വിഷമത്തിലാക്കിയല്ലോ. നളർത ഇലൽ അഖ്ദി അഖ്ദി വലം തൻദുർ ഇലാ വജ്ഹിഹ. നിങ്ങൾ ആ മാലയിലേക്ക് അങ്ങനെ നോക്കുന്നു, ആ കുട്ടിയുടെ മുഖത്തേക്ക് തീരെ നോക്കുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ മാല എനിക്ക് കണ്ടു പരിചയമുള്ള മാലയാണ്. അതെങ്ങനെ? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു. മക്കയിൽ ഞാൻ ഒരാളുടെ മാല എന്റെ കയ്യിൽ കിട്ടി തിരിച്ചു കൊടുത്ത കഥ പറഞ്ഞു. അപ്പൊ ഈ കൂടിയ പന്തലിലുള്ള മുഴുവൻ ആളുകളും അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്. വലിയ തക്ബീർ. അദ്ദേഹം പറയാ, ആ ദ്വീപിലുള്ള മുഴുവൻ ആളുകളും കേട്ടിരിക്കും ആ തക്ബീറിന്റെ ധ്വനി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനായി തക്ബീർ ചൊല്ലുന്നത്? പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ വാപ്പ ഈ അടുത്ത് മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങളോട് ഈ മാല നഷ്ടപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു മുസ്ലിമൻ മാ റഅയ്തു മുസ്ലിമൻ മാ റഅയ്തു മുസ്ലിമൻ അഹ്സന മിൻ ഫതൻ റദ്ദ ഇലയ്യ അഖ്ദി. എന്റെ മാല എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന മുസ്ലിമിനേക്കാൾ ഒരു നല്ല മുസ്ലിമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്റെ മാല എന്റെ കയ്യിലേക്ക് കൊണ്ടുതന്ന ആ ചെറുപ്പക്കാരനോളം ഒരു നല്ല മുസ്ലിമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. اللهم اجمع بيني وبينه حتى أزوجه بنتي. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനെ എപ്പോഴെങ്കിലും എന്റെ മുമ്പിലേക്കൊന്ന് കാണിച്ചു തരണം. എന്റെ മകളെ എനിക്ക് അയാൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. ഈ വാപ്പങ്ങനെ ദ്വാരക്കുമായിരുന്നു എപ്പോഴും. പടച്ചോനെ, ആ എന്റെ മാലടിക്ക് തന്ന ആ ചെറുപ്പക്കാരൻ ഏത് നാട്ടുകാരൻ എവിടെയൊന്നും അറിയില്ല, പക്ഷേ അങ്ങനത്തെ ഒരു സത്യസന്ധനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും നമ്മൾ കടപ്പാടുള്ള ആളുകളാണ്. എന്നിട്ട് പോലും വിശ്വാസവഞ്ചന നടക്കുന്ന കാലമാണ്. സ്വന്തം ബന്ധുക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ കമ്മീഷൻ വാങ്ങുക, അല്ലെ കച്ചവടക്കാരോട് പറഞ്ഞുറപ്പിക്കുക. 10 റുപ്യേന്റെ സാധനം സ്വന്തം പുരക്കാർക്ക് 11 റുപ്യ കൊടുക്കുക. എന്നിട്ട് ഉറുപ്പ്യ പോക്കറ്റിലേക്ക്. ആരോടായി ചെയ്യുന്നത്? സ്വന്തം ബന്ധുക്കളോട്. അങ്ങനെ സ്വന്തം കുടുംബത്തിന്റെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ അബൂബക്കർ ബസ്സാസ് റഹിമഹുല്ലാഹ് അവകാശം എന്ന് പറഞ്ഞൂടാ, ഔദാര്യമായി കൊടുത്തിരുന്ന 500 ദീനാർ പോലും എനിക്ക് വേണ്ടെന്ന് വെച്ചത്. ആ മനുഷ്യന്റെ സത്യസന്ധത കണ്ടപ്പോഴാണ് ഹബീബായ നബിയുടെ ഹദീസ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും ഇദാ അതാകും മൻ തർളൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂഹു ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വ ഫസാദുൻ അരീദ്. നിങ്ങളുടെ മുമ്പിലേക്ക് വിശ്വസ്തതയുള്ള, ഈമാനുള്ള, സത്യസന്ധതയുള്ള ചെറുപ്പക്കാരൻ വരികയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്യിച്ചു കൊടുക്കണേ. നിങ്ങളുടെ മുമ്പിലേക്ക് പ്രായപൂർത്തിയായ നിങ്ങളുടെ മകൾ ഉണ്ടായിരിക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈമാനും അമാനത്തും വിശ്വസ്തതയുമുള്ള ആളുകൾ, ഒരു ചെറുപ്പക്കാരന്റെ ദീനും അവരുടെ അമാനത്തും വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ലോകത്തെ വിപത്തുകൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസിന്റെ ബലത്തിലാണ് ഈ വാപ്പ പറയുന്നത്, പടച്ചവനെ, അല്ലാഹുമ്മ ജുമഅ ബൈനി വ ബൈന, ആ ചെറുപ്പക്കാരനെയും എന്നെയും നീ എവിടെയെങ്കിലും വെച്ചൊന്ന് ഒരുമിപ്പിക്കണമേ. ഹത്താ ഉസവ്വിജഹു ബിൻതി, എന്റെ ഈ മോളെ എനിക്ക് അയാൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. ആ പ്രാർത്ഥനയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളെ വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു.
വാപ്പ മരിച്ചു. അയാളുടെ മരണശേഷമെങ്കിലും ആ മോളെ നിക്കാഹ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ആ മാല അതിന്റെ പ്രതിഫലവും അള്ളാഹ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചപ്പോൾ അതിനേക്കാളും ഖൈറായത് അള്ളാഹു നിങ്ങൾക്ക് ബാക്കി തന്നു. ഈ പെണ്ണിന്റെ വാപ്പ അനന്തര സ്വത്ത് ബാക്കി വെച്ചുകൊണ്ടാണ് പോയത്. ഈ പെണ്ണിന് സ്വത്തുക്കളുണ്ട്, ഈ മാല തന്നെ ധാരാളമാണ്. മഹാനവറുകൾ കല്യാണം കഴിച്ചു. രണ്ട് ആൺകുട്ടികൾ അവർക്ക് ഈ മോളിൽ ഈ ഭാര്യയിൽ നിന്നുണ്ടായി. 2 മക്കൾ ജനിച്ചു. പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല. ഈ പെൺകുട്ടി മരിച്ചുപോയി, തന്റെ ഭാര്യ മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം മുത്തുമാല തന്റെ 2 മക്കളും ഭർത്താവുമായ മഹാനായ അബൂബക്കർ എന്നവരും അവര് എടുക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞു, ഈ 2 മക്കളും മരിച്ചു പോകുന്നു. മഹാനായ അബൂബക്കർ ബസ്സാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോൾ ആ മാലയുണ്ട്. ഈ മാല ഞാൻ 1,00,000 ദീനാറിനാണ് വിറ്റത്. 1,00,000 ദീനാർ. ആ 1,00,000 ദീനാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ട എത്രയോ കുടുംബങ്ങൾക്ക്, എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ വിതരണം ചെയ്തു കൊടുത്തു. ഇന്നും ഒരൽപ്പം എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഞാൻ ഇന്ന് അന്നവും വെള്ളവും കുടിക്കുന്നത് ആ മുത്തുമാല വിറ്റ പൈസയുടെ ബാക്കി കൊണ്ടാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹം നോക്കണം. അള്ളാഹ്ക്ക് വേണ്ടി വേണ്ട എന്ന് വിചാരിച്ചപ്പോ മൻ തറക ലില്ലാഹി അവദഹുല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചാൽ അതിനേക്കാളും ഖൈറായത് അള്ളാഹു പകരം നൽകുകയാണെന്ന് ചരിത്രത്തിന്റെ അതുല്യമായ ഒരു സംഭവത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസ് പുലരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് അല്ലാഹു തആല റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകൾക്ക് എന്താണോ അവർ ഉപേക്ഷിച്ചത് അതിനേക്കാളും ഖൈറായത് അല്ലാഹു പകരം നൽകും. അല്ലാഹു പകരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കാലശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്തെ ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കുകയും ചൈനയിലേക്ക് പോലും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ചെയ്ത സുഹാബിയാണ്, താബിഈയാണ് ഖുതൈബ ഇബ്നു മുസ്ലിം അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ചൈനയിലൂടെ ഇസ്ലാമിക വിജയഭേരി മുഴക്കി മുന്നേറുകയാണ്. ചൈനയും കടന്ന് അദ്ദേഹം ഒരൽപ്പം നോർത്തിലേക്ക് കയറി റഷ്യയുടെ ഭാഗം കീഴടക്കുന്നു. അവിടെയാണ് സമർഖന്ദ് ഉള്ളത്. സമർഖന്ദ് കിടക്കുന്നത് റഷ്യയിലാണ്. സമർഖന്ദിലാണല്ലോ ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. സമർഖന്ദിലാണ്. റഷ്യക്കാരനാണ് ബുഖാരി ഇമാം. റഷ്യക്കാരനാണ്. റഷ്യയിലെ ബുഖാറയിൽ ജനിക്കുകയും സമർഖന്ദിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി തങ്ങൾ, ബുഖാരി ഇമാമിന്റെ നാട്. ഇമാം ബുഖാരി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ആ നഗരം ഇസ്ലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ചരിത്രത്തിന്റെ എത്രയും അതിമനോഹരമായ ഒരു സംഭവമാണ്. മുസ്ലിം ഉമ്മത്ത് സ്നേഹത്തിന്റെയും കരുണയുടെയും നീതിയുടെയും പക്ഷത്താണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു സംഭവം. ഖുതൈബ ഇബ്നു മുസ്ലിം അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു സമർഖന്ദിലേക്ക് ചൊല്ലുന്നു. ഇസ്ലാമിക സൈന്യം അന്ന് ഒരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കും. അവർ സ്വീകരിക്കാൻ ഒരുക്കമാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. മുസ്ലിം സൈന്യം അവരോട് ചോദിക്കും, നിങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കാൻ തയ്യാറുണ്ടോ? കാരണം ആ ലോകം പ്രദേശം ഒന്നാകെ ഇസ്ലാമിന്റെ ഖലീഫയുടെ കീഴിലാകുമ്പോ അതിനകത്ത് ജീവിക്കുന്ന മറ്റു കൊച്ചു കൊച്ചു രാജ്യങ്ങൾ അവരും കൂടെ ഇസ്ലാമിന്റെ നിയമം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ അവർക്ക് സംരക്ഷണം കൊടുക്കും. ടാക്സ് കൊടുത്താൽ മതി. മുസ്ലിമീങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോ ഇവരാരും യുദ്ധം ചെയ്യേണ്ടതില്ല. ടാക്സ് കൊടുത്താൽ മതി, സംരക്ഷണം കൊടുക്കും ഇസ്ലാമിക ഗവൺമെന്റ്. പക്ഷേ ജസിയെ സംബന്ധിച്ച് ചോദിക്കാതെ, ടാക്സിനെ പറ്റി ചോദിക്കാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാതെ മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ-ബാഹിലി റഹിമഹുല്ലാഹ് സമർഖന്ദിലേക്ക് ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. സൈന്യം അടിച്ചു കയറി.
ആ രാജ്യം ഒന്നാകെ മുസ്ലിം സൈന്യത്തിന്റെ കീഴിലാകുന്നു. എല്ലാ ഭരണവും മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് വന്നു. ഭരണം തുടരുന്നു. ഏതാനും വർഷങ്ങൾ കഴിയുന്നു. ആ എക്സ്പെഡിഷന് നേതൃത്വം കൊടുത്ത മഹാനായ ഖുതൈബ ഇബ്നു മുസ്ലിം അൽ ബാഹിലി ലോകത്തോട് വിട പറയുന്നു. അദ്ദേഹം മരിച്ചു പോകുന്നു റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ആ പ്രദേശത്തെ ക്രിസ്തീയരായ പുരോഹിതന്മാർ ഒരു കത്തെഴുതുന്നത്. ആർക്ക്? ഇസ്ലാമിന്റെ ഖലീഫ അന്ന് ഡമസ്കസിലാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് അവരൊരു കത്തെഴുതി. കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: അല്ലയോ ഖലീഫ, നിങ്ങളുടെ ആളുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട് അന്യായമായി കൈയടക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർ ഇസ്ലാമിനെ പറ്റിയോ ജിസിയെ സംബന്ധിച്ചോ ഞങ്ങളോട് ചോദിക്കാതെ നേരിട്ട് ആക്രമിക്കുകയും ഞങ്ങളുടെ നാട് കയ്യേറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക നിയമത്തിൽ ഇത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അത് സ്വീകാര്യമല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും അതിനും സന്നദ്ധമല്ലെങ്കിലാണ് അവിടെ യുദ്ധം നടക്കുന്നത്. എന്നാൽ ഇത് രണ്ടും ഞങ്ങളോട് ചോദിക്കാതെയാണ് സമർഖന്ത് എന്ന ഞങ്ങളുടെ നാട് നിങ്ങളുടെ ആളുകൾ കൈയടക്കി വെച്ചത്. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. വർഷങ്ങൾ മുസ്ലിമീങ്ങൾ താമസിച്ചതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു കത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആ കത്ത് കൊണ്ടുവന്ന ആൾ വളരെ മനോഹരമായി ആ സംഭവം പറയുന്നു. ഞാൻ സമർഖന്ദിൽ നിന്ന്, റഷ്യയിൽ നിന്ന് പുറപ്പെടുന്നു, ഏഷ്യയിലേക്ക് വരുന്നു. അങ്ങ് റഷ്യയിൽ നിന്ന് ഏഷ്യയുടെ താഴ്ഭാഗത്തേക്ക്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഹിജാസിന്റെ അറ്റത്തേക്ക്, ഡമസ്കസിലേക്ക്, ഇന്ന് സിറിയയുടെ ഭാഗമായ ഡമസ്കസിലേക്ക് ഞാൻ ഒട്ടകപ്പുറത്ത്, കാൽനടയായി, കുതിരപ്പുറത്തൊക്കെ ഒട്ടക സംഘത്തോടൊപ്പം യാത്ര തിരിച്ചു. ഒരുപാട് തളർന്ന അവശനായി ആഴ്ചകൾ, മാസങ്ങളോളം എടുത്ത യാത്രക്കൊടുവിൽ ഞാൻ ഡമസ്കസിലെത്തിയിരിക്കുന്നു. അവിടെ എത്തിയപ്പോ വലിയ ഒരു വീട് കണ്ടു. വലിയ ഒരു വീട്. ആ വീട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് ഡമസ്കസിന്റെ ഗവർണറുടെ വീട്. കാരണം കുറെ ആളുകൾ അകത്തോട്ട് പോകുന്നുണ്ട്, കുറെ ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ കുറെ ആളുകൾ റുക്കൂഇലും സുജൂദിലും. ഈ വന്ന ആള് മുസ്ലിം അല്ല, അയാൾ ക്രിസ്ത്യാനിയാണ്. ഞാൻ ചോദിച്ചു, ഇതാണോ ബൈത്തുൽ വാലി, ഇതാണോ ഇവിടുത്തെ ഗവർണറുടെ വീട് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇത് ഗവർണറുടെ വീടല്ല, ഇത് മസ്ജിദാണ്. ഇതാണ് അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്യുന്ന ഭവനം, ഇത് മസ്ജിദാണ്. നിങ്ങൾ നിസ്കരിക്കണില്ലേ? അദ്ദേഹം ചോദിച്ചു, എന്ത് നിസ്കാരം? മുസ്ലിമീങ്ങൾ നിസ്കരിക്കാറുണ്ടല്ലോ, പ്രാർത്ഥന ചെയ്യുമല്ലോ 5 നേരം. പറഞ്ഞു, ഞാൻ മുസ്ലിമല്ല, അന അലാ ദീനി സമർഖന്ത്, ഞാൻ സമർഖന്ദിന്റെ മതവിശ്വാസിയാണ്, ഞാൻ ക്രിസ്ത്യാനികളാണ്. നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി അറിയണ്ടേ? മനുഷ്യനായി ജീവിക്കുമ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തരുന്നത് ഇസ്ലാമാണല്ലോ. ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് വലിയ താല്പര്യമായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിം ആവണം. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, കലിമ ചൊല്ലി അദ്ദേഹം മുസ്ലിമായി. മുസ്ലിമായി. അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഖലീഫയുടെ വീട് ഏതാണ്? ഞാൻ ഖലീഫയെ കാണാൻ സമർഖന്ദിൽ നിന്ന് പുറപ്പെട്ടതാണ്. എവിടെയാണ് ഖലീഫ? ഇതിലെങ്ങനെ പോയാൽ ഒരു കളിമണ്ണിന്റെ വീട് കാണും. ആ കളിമണ്ണിന്റെ വീടാണ് ഖലീഫയുടെ വീട്. ഞാൻ ചോദിച്ചത് ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇത് നേരെ പോയാൽ അക്കാണുന്ന കളിമണ്ണിന്റെ വീടാണ്. ഞാൻ നേരെ പോയി നോക്കുമ്പോൾ ഒരു ആണും ഒരു പെണ്ണും, ഒരു വീട്ടിലെ വാപ്പയും ഉമ്മയും കളിമണ്ണെടുത്ത് ആ ചുമരിങ്ങനെ മണ്ണുകൊണ്ട് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇസ്ലാമിക ലോകം ഭരിക്കുന്ന ലോക മുസ്ലിം രാജ്യങ്ങളുടെ നേതാവിന്റെ വീടാണോ ഇത്? ഞാൻ തിരിച്ചോടിയിട്ട് അയാളോട് ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ അറിയേണ്ടത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീടാണ്, അത് ഇതാണോ? ഇത് തന്നെയാണ്, പൊയ്ക്കോളൂ. ഞാൻ അവിടെ ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ആ പുറത്തുള്ള സ്ത്രീ അകത്തേക്ക് പോയി. പുറത്തു നിന്നിരുന്ന മനുഷ്യൻ കൈ കഴുകി, മണ്ണൊക്കെ കൈ കഴുകി നീക്കിയിട്ട് എന്റെ അരികത്തേക്ക് വന്ന് സലാം പറഞ്ഞു. ഞാൻ സലാം മടക്കി. ഞാൻ ചോദിച്ചു, അമീറുൽ മുഅ്മിനീനാണോ? അതെ, ഞാൻ തന്നെയാണ്. ഇവിടെ എനിക്ക് അത്ഭുതപ്പെട്ടു. ഒരു പാറാവുകാരില്ല, ഒരു പോലീസുകാരില്ല, ഗേറ്റ് കീപ്പർ ഇല്ല, ഒരു ചെറിയ മൺകൂര. അന്ന് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹുവിന് വേണ്ടി ത്യാഗിയായി, പരിത്യാഗിയായി, ആഡംബരങ്ങളെല്ലാം വർജിച്ച് ജീവിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
ബഹുമാനപ്പെട്ടവരുടെ അരികത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് വിഷയം. ക്രിസ്തീയ പുരോഹിതന്മാർ നിങ്ങളെ ഒരു കാര്യം ധരിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഞങ്ങളുടെ നാട്, നിങ്ങളുടെ ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് അന്യായമായി കയ്യേറിയതാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നാണ് ഇതിന്റെ ഉള്ളടക്കം. ആയിക്കോട്ടെ. നേരെ കത്തെഴുതുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് മിൻ അബ്ദുല്ലാഹി ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇലാ വാലി സമർഖന്ദ്. അള്ളാഹുവിന്റെ അടിമയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് സമർഖന്ദിന്റെ ഗവർണർക്ക് ബോധിപ്പിക്കുന്നത്, അനിൻസ്വിബ് ഖാദിയൻ ഫീ ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു ഖാദിയെ നിയമിക്കണം. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ ഈ വിഷയത്തിൽ, ക്രിസ്ത്യാനികളുമായുള്ള ഈ വിഷയത്തിൽ നിങ്ങൾ പരിഹാരം കാണണം എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് ഒരു കടലാസ് കൊടുത്തു. ഇദ്ദേഹം പറയാ, ഞാൻ ആ കടലാസും വാങ്ങി ഇങ്ങനെ പോരുമ്പോഴിങ്ങനെ ആലോചിച്ചു, റബ്ബേ, ഈ സമർഖന്ദിൽ നിന്ന് ഡമസ്കസ് വരെ ഞാൻ യാത്ര ചെയ്ത് കടലാസും പിടിക്കാനാണോ? വല്ലാഹി അള്ളാനെ തന്നെയാണ് സത്യം, എന്നെ ജനങ്ങൾ ഏൽപ്പിച്ചൊരു വിഷയമായി പോയി, അല്ലെങ്കിൽ ഞാൻ ആ കടലാസ് കീറിക്കളഞ്ഞേനെ. കാരണം വലിയ ഒരു വിഷയത്തിന് പരിഹാരം ഒരു കടലാസാണ്. ഇയാള് വിചാരിച്ചു ഒരു സൈന്യത്തെ ഇവിടെ നയിക്കുന്നാണ് വിചാരിച്ചത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഒരു എഴുത്തെഴുതി വിടുകയാണ്. ആ കത്തുമായി ഞാൻ ചെന്നു. എന്റെ നാട്ടുകാരായ ക്രിസ്തീയ പുരോഹിതന്മാരെ ഞാൻ ആ കത്ത് കാണിച്ചു. അവരാ കത്ത് സമർഖന്ദിന്റെ ഗവർണറെ കാണിച്ചു. മുസ്ലിമാണ് ഗവർണർ. ഗവർണർ ഇത് വായിച്ചു നോക്കുമ്പോൾ, ഒരു ഖാദിയെ, അടിയന്തരമായി ഒരു ഖാദിയെ നിയമിക്കണം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഒരു ഖാദിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമർഖന്ദിന്റെ ഗവർണർ ഒരു ഖാദിയെ നിയമിച്ചു. മഹാനായ ജമീഅ ഇബ്നു ഹാദിർ അൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി, ജമീഅ ഇബ്നു ഹാദിർ അൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി ഖാദിയായി നിയമിക്കുന്നു. ഖാദി വിധി പറയാൻ പോകുന്നു. ക്രിസ്ത്യാനികളുടെ പക്ഷത്ത് നിന്ന് ഒരാളുണ്ട്, മുസ്ലിമീങ്ങളുടെ വക്കീൽ വേറെയുണ്ട്. ചോദിച്ചു ക്രിസ്ത്യാനികളോട്, എന്താണ് വിഷയം? ഇവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാടാണ്, ഇത് ഞങ്ങളുടെ നാടാണ്. ഈ നാട്ടിലേക്ക് നിങ്ങളുടെ സൈന്യം അന്യായമായി കയറിയതാണ്. ഞങ്ങളോട് ഇസ്ലാമിനെ പറ്റി പറയുകയോ ടാക്സിനെ സംബന്ധിച്ച് ചർച്ച പോലും ചെയ്യാതെ നിങ്ങൾ ആയുധമെടുത്ത് കടന്നു വന്നവരാണ്. അതുകൊണ്ട് ഈ നാട് നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇത് ഞങ്ങൾക്ക് ഭരിക്കാനുള്ളതാണ്. മുസ്ലിമീന്റെ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നു, മഹാനായ ജമീഅ ഇബ്നു ഹാദിർ എന്നവർ നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, ജഡ്ജെ, ഖാദിയെ, യുദ്ധം എന്നത് ഒരു തരം തന്ത്രമാണല്ലോ. ഞങ്ങളുടെ നേതാവ് ഖുതൈബ ഇബ്നു മുസ്ലിം അൽ ബാഹിലി അന്ന് ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, സമർഖന്ദ് സമൃദ്ധമായ ഒരു രാജ്യമാണ്, പ്രവിശാലമായ ഒരു രാജ്യമാണ്. അവരോട് ഇസ്ലാമിനെ പറ്റിയോ ടാക്സിനെ പറ്റിയോ പറഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ, ഒരു ദിവസത്തെ സമയം വേണം എന്നവർ ചോദിക്കുകയും മുസ്ലിമീങ്ങൾക്ക് ചുറ്റും കോട്ട പണിയുകയും മുസ്ലിമീങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് അതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് അവരോട് അടിച്ചു കയറിയത്. ഖാദി പറഞ്ഞു, നമ്മൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശം ലോകത്തെ കൈമാറാൻ വന്നവരാണ്, ലോകത്തിന്റെ സമാധാനം കൈമാറാൻ വന്നവരാണ് നമ്മൾ ആരും തന്നെ ഈ ഒരു സമൂഹത്തെയും അതിക്രമിച്ച് കടക്കേണ്ടവരല്ല, ഒരു സമൂഹത്തോടും അക്രമപരമായി നേരിടേണ്ടവരല്ല. അതുകൊണ്ട് ഈ രാജ്യം 24 മണിക്കൂറിനകം ഇവിടുത്തെ എല്ലാ മുസ്ലിമീങ്ങളും, ഇവിടുത്തെ ഭരണാധികാരികളും പട്ടാളക്കാരും പോലീസുകാരും 24 മണിക്കൂറിനകം സമർഖന്ദ് വിട്ടുപോകണം എന്ന് ഞാൻ വിധിക്കുന്നു എന്ന് ലോക ചരിത്രത്തിന്റെ അത്ഭുതമാണ്. വർഷങ്ങളോളം മുസ്ലിമീങ്ങൾ ഭരിച്ച ഒരു നാട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മുസ്ലിം ജഡ്ജ് വിധി പറഞ്ഞ ചരിത്രമാണ് സമർഖന്ദിന്റെ ചരിത്രം. മുസ്ലിമീങ്ങൾ ഇറങ്ങിപ്പോരുന്നു അവിടുന്ന്. ഇത് ചരിത്രത്തിൽ മറ്റെവിടെയും സംഭവിച്ചിട്ടില്ല. നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന മതമാണ് ഇസ്ലാം എന്നും ഇസ്ലാം സത്യസന്ധതയാണെന്നും മാന്യതയാണെന്നും പഠിപ്പിച്ച സംഭവമാണ് സമർഖന്ദിന്റേത്. മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് സമർഖന്ദുകാർ പറഞ്ഞത്, എത്ര മനോഹരമാണ്, ഹാദിഹി ഉമ്മത്തുൻ ഹുക്മുഹാ റഹ്മത്തുൻ വനിഅമ, ഇത് വളരെ മനോഹരമായ ഒരു സമുദായമാണ്, ഇവരുടെ ഭരണം അനുഗ്രഹവും കാരുണ്യവുമാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിമീങ്ങളെ, ഞങ്ങൾക്കും ഇസ്ലാം വേണം, ഞങ്ങളും മുസ്ലിമാവുകയാണെന്ന് പറഞ്ഞ് സമർഖന്ദിന്റെ ചെറിയ ഒരു ന്യൂനപക്ഷമല്ലാതെ ബഹുഭൂരിപക്ഷം വരുന്ന മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചത് അവിടുത്തെ പട്ടാളക്കാരും മുസ്ലിമീങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, ഇനി ഇത് നിങ്ങളുടെ നാടാണ്,
ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അസ്ലംനാ മഅ സുലൈമാൻ എന്ന് പറഞ്ഞ പോലെ മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു കീഴടക്കിയ ആ നാട് മുസ്ലിമീങ്ങളുടെ മാന്യത കണ്ടപ്പോ, അവരുടെ നീതി കണ്ടപ്പോ, അവരുടെ ജഡ്ജ് സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് വിധി പറഞ്ഞപ്പോ നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഓരോ സമർക്കന്ദകാരനും കലിമ ചൊല്ലി മുസ്ലിമാവുകയും സമർക്കന്ദ ഇസ്ലാമിന് കൈവരികയും ചെയ്തത് മുസ്ലിമീങ്ങളുടെ അമാനത്ത് കണ്ടപ്പോഴാണ്, സത്യസന്ധത കണ്ടപ്പോഴാണ്. അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും മഹിതമായ ഈ മാതൃകയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാക്കുപാലിക്കേണ്ട സമൂഹമാണ്, സത്യത്തിന്റെ കൂടെ നിൽക്കേണ്ടവരാണ്. അധർമ്മത്തിന് കൈക്കൂലി കൊടുത്തിട്ടോ അല്ലാതെയോ, സത്യം മൂടിവെക്കാൻ വേണ്ടി എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടോ അല്ലാതെയോ അസത്യത്തിന്റെ കൂടെ നിൽക്കേണ്ടവരല്ല. എവിടെയാണോ ന്യായമുള്ളത്, എവിടെയാണോ സത്യമുള്ളത്, നമ്മൾ ആ പക്ഷത്താണ് നിൽക്കേണ്ടത്. അത് പഠിപ്പിച്ച സംഭവമാണ് സമർഖന്ദിന്റെ ചരിത്രം എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക.